12 ദിവസമായി ജാമ്യത്തിന്റെ ഒരു ഇന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? വിശ്വാസം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ തിങ്കളാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിനെയും നമുക്കൊന്ന് കാണാം. അപ്പൊ രാഹുലിന്റെ എൻട്രി തിങ്കളാഴ്ച എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഹുലിന്റെ വീഡിയോയിൽ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനാണ്. ആ പടം 1000 പേരെ ചെയ്തുള്ളൂ. പക്ഷെ ഫേസ്ബുക്കിൽ അതൊരു 12,000 പേരോളം ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഹുലിന്റെ സപ്പോർട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. രാഹുൽ മാങ്കൂട്ടമാണ് ഇന്നത്തെ ചർച്ച. നമ്മുടെ രാഹുൽ ഈശ്വറിന്റെ ഒരു ന്യൂസ് കണ്ടായിരുന്നു. പിന്നെ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു 2ാമത്തെ കേസിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇലക്ഷനും കാര്യങ്ങളും തിരക്കുമൊക്കെ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. ഞാൻ നിങ്ങളോട് നേരത്തെ തൊട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു മാസം കൊണ്ട് ഞാൻ ഏറ്റവും കുറച്ച് വീഡിയോസുകളെ ഇട്ടിട്ടുള്ളായിരുന്നു. കാരണം ഇലക്ഷൻ വർക്കാണ്. എൻ്റെ അമ്മയായിരുന്നു ഇവിടുത്തെ സ്ഥാനാർത്ഥി. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുതിയതായിട്ട് വരുന്നവരോടൊന്നും കൂടെ ഒന്ന് പറയാണ്. ഞങ്ങളുടെ സ്ഥലം എല്ലാവർക്കും അറിയാം, ഹരിപ്പാട് മുതുകുളമാണ് സ്ഥലം. അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി കുറേ വീഡിയോ മിസ്സായിട്ടുണ്ട്. എല്ലാവരും ദിലീപിൻ്റെ വിഷയം ചെയ്യുന്നില്ലേ, രാഹുലിൻ്റെ വിഷയം ചെയ്യുന്നില്ലേ, പിന്നെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ ആയാലും ഒരു 10-27 മെസ്സേജോളം വന്നിട്ടുണ്ടായിരുന്നു. കാണുന്നില്ലല്ലോ എന്നൊക്കെ തിരക്കി. ഇവിടെ അതിനേക്കാളും രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിൽ അമ്മ നിൽക്കുമ്പോൾ നമുക്ക് അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യണ്ടേ. അങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. മറ്റന്നാൾ റിസൾട്ട് വരും. ജയമായാലും തോൽവിയായാലും നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ഇന്നത്തെ രാഹുൽ ഈശ്വറിന്റെ ഒരു വീഡിയോ വെക്കാം. അതിജീവിതയ്ക്കെതിരായ അധിക്ഷേപത്തിൽ രാഹുൽ ഈശ്വർ വീണ്ടും ജയിലിൽ. കസ്റ്റഡി കാലാവധി പൂർത്തിയായതോടെയാണ് നടപടി. റിമാൻഡ് കാലാവധി പൂർത്തിയാക്കുന്നതിനാലാണ് ജയിലിലേക്ക് അയച്ചിരിക്കുന്നത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരും. അതിനു മുൻപ് ചില ദൃശ്യങ്ങളിലേക്ക്. 12 ദിവസമായി ജാമ്യത്തിന്റെ ഒരു ഇന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? വിശ്വാസം പ്രാർത്ഥിക്കുന്നു. നിങ്ങളും കൂടെ പറയുക. ആരോഗ്യം എങ്ങനെയുണ്ട്? നിങ്ങളും കൂടെ പറയുക. സത്യം പറയാണെന്ന് തോന്നുകയാണെങ്കിൽ, ഞാൻ പറയണത് ശരിയാണെന്ന് തോന്നുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടി. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടി, പുള്ളിക്ക് കിട്ടിയില്ല എന്നുള്ള രീതിയിലാണ്. ഇതിപ്പം രാഹുൽ ഈശ്വറിന് അത്ര സന്തോഷമായിട്ട് തോന്നില്ല മുഖത്തെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. പക്ഷേ അദ്ദേഹം പോരാട്ടം നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെ. പ്രത്യേകിച്ച് ദിലീപിന്റെ കേസുമായിട്ട് വന്ന സമയത്ത് ഇദ്ദേഹം കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സമയത്താണെങ്കിൽ പോലും. പിന്നെ അതുപോലെ തന്നെ അഖിൽമാരാർ. ഇവിടെ ദിലീപിന്റെ വിഷയത്തിൽ എല്ലാവരും ആ പെൺകുട്ടിയുടെ കാര്യമാണ് സംസാരിക്കുന്നത്. അതായത് ആ നടിയെക്കുറിച്ച്. ആ നടിക്കുണ്ടായതിനെ കുറിച്ച് നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. എന്ത് ക്രൂരനാണ് ഇയാളിപ്പം ഒരുപാട് ആൾക്കാർ ഭയങ്കര ഈ നടിയെ സപ്പോർട്ട് ചെയ്ത് കാരണം നമുക്ക് എല്ലാവർക്കും വിഷമമുള്ള ഒരു കാര്യം. കോടതി വരെ പറയുന്ന അദ്ദേഹം നിരപരാധിയാന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പരസ്പര സമ്മതത്തോടെ അവിടെ പല കാര്യങ്ങളും നടന്നിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേ വേടൻ്റെ എതിരെ കേസ് വന്നപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എല്ലാവരും ഈ കേരളത്തിലെ ജനങ്ങൾ മൊത്തം വേടൻ്റെ കൂടെ നിന്ന്. ഓക്കെ, അപ്പോൾ ഈ കേസ് കൊടുത്ത പെൺകുട്ടിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുമ്പം ആ പെൺകുട്ടിയുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച്. ആ പെൺകുട്ടിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലേ? നമ്മൾ പറയുമ്പോൾ പല കാര്യങ്ങളുണ്ട്. അവൻ കുറ്റം ചെയ്തതെന്ന് സമ്മതിച്ചിട്ട് പോലും ഇവിടുത്തെ കേരള സർക്കാർ അവന് ട്രോഫിയും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ പുരസ്കാരങ്ങളൊക്കെ. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടിക്കാണെങ്കിൽ പോലും വേടനെ ഗസ്റ്റായിട്ട് ക്ഷണിച്ചവരാ. അത് പീഡനം കഴിഞ്ഞിട്ട് ഒരാഴ്ച, 1 അല്ല 2 ആഴ്ച കഴിഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്ക് ബാക്കി വെക്കാം. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യങ്ങൾ, ഇത് പരസ്പര സമ്മതത്തോടെ നടന്നൊരു വിഷയം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. 3 മാസം മുമ്പ് വന്നൊരു കഥയല്ല ഇപ്പോഴത്തെ കഥ. നേരത്തെ ബാംഗ്ലൂർ പോകുന്നു, പ്രഗ്നന്റ് ആയ പെൺകുട്ടിയുടെ ഇത് അലസിപ്പിച്ച് കളയുന്നു, അതായിരുന്നു കഥ. ഇപ്പോഴത്തെ കഥയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും അതൊക്കെ നോട്ട് ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ കഥ എന്താണെന്ന് വെച്ചാൽ, കല്യാണം കഴിച്ച ഒരാൾ ഒരു പെൺകുട്ടിയായിട്ടാണ് റിലേഷൻ ആയത്. ആ കൊച്ചു പ്രഗ്നൻ്റ് ആയി. എന്നിട്ട് പ്രഗ്നൻ്റ് ആയ സമയത്താണെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഒരു വട്ടമല്ലേ ഒരാളെ പീഡിപ്പിക്കത്തുള്ളൂ. ഇത് 2, 3, 4, 12 വട്ടമൊക്കെ പീഡിപ്പിക്കും എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാവരും കിടന്ന് ആ പെൺകുട്ടിക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നു. ഓക്കെ, ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ കാര്യം നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അവൻ മനുഷ്യനല്ലേ? അവൻ്റെ വേദന എന്ന് പറയേണ്ട ആർക്കും. അവനും ഉണ്ടേ ഒരു അമ്മ, സ്ത്രീ, നൊന്ത് പ്രസവിച്ചൊരു സ്ത്രീ. അതൊന്നും ഇവിടെ ആർക്കും അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, എനിക്ക് കുറേ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാം. ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അനന്തൻ, എന്തിനാണ് മാധ്യമപ്രവർത്തകർ രാഹുൽ ഈശ്വറിനെ ഇങ്ങനെ കുത്തി ചോദിക്കുന്നത്?
മാധു, ഇന്നിപ്പോൾ രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി കാലാവധി രാവിലെ പൂർത്തിയായി. അതിനുശേഷം തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുവന്നപ്പോഴാണ് രാഹുൽ ഈശ്വറിനെ മാധ്യമപ്രവർത്തകർ കണ്ടത്. ഇപ്പോൾ കസ്റ്റഡി കഴിഞ്ഞ 2 തവണയായി രാഹുൽ ഈശ്വർ ഈ ആശുപത്രിയിൽ വരുമ്പോഴാണ് മാധ്യമപ്രവർത്തകരെ കാണുന്നത്. ആദ്യമുണ്ടായിരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ആവേശം കുറഞ്ഞിട്ടുണ്ട് രാഹുൽ ഈശ്വറിന്റെ ഇപ്പോഴുള്ള പ്രതികരണങ്ങളിൽ. മാത്രമല്ല, ഇന്നിപ്പോൾ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് രാവിലെ കോടതി തുടങ്ങിയപ്പോൾ തന്നെ 11 മണിക്ക് ഹാജരാക്കി രാഹുലിനെ വീണ്ടും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. രാഹുൽ 14 ദിവസത്തെ റിമാൻഡിലാണ് ഇപ്പോൾ കഴിയുന്നത്. അതിനിടയിലാണ് പോലീസ് 2 തവണ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ടു പോയത്. അപ്പോൾ ഈ 14 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ജയിലിലേക്ക് അയച്ചിരിക്കുന്നത്. അതിനിടയിൽ രാഹുൽ ഈശ്വറിന്റെ ഒരു ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കും എന്നുള്ള സൂചനകളുണ്ട്. ഫയൽ ചെയ്തോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അങ്ങനെ പരിഗണിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടും. അതല്ലെങ്കിൽ 14 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയ ശേഷം മാത്രമേ രാഹുൽ ഈശ്വറിന് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ. അതിജീവിതയെ അധിക്ഷേപിച്ചു, സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിച്ചു എന്നുള്ളൊരു കേസാണ് രാഹുൽ ഈശ്വറിനെതിരെ ഉള്ളത്. അതിലാണ് ആദ്യം അത് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണെന്ന് ചുമത്തിയിരുന്ന എഫ്ഐആറിൽ. അതിനുശേഷം മജിസ്ട്രേറ്റിയൽ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ കൂടി ചുമത്തി. പക്ഷേ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ നിന്ന് ജാമ്യം കിട്ടിയില്ല. അവിടെ രാഹുൽ ഈശ്വർ സ്വന്തമായി വാദിക്കാനൊക്കെ ശ്രമിച്ച് അങ്ങനെ ഈ അതിജീവിതയുടെ പേര് പറഞ്ഞു, ഫോട്ടോ കാണിച്ചോ, എന്തെങ്കിലും കാട്ടിക്കൂട്ടിയോ? ഇല്ല. ഇവരൊരു തൽക്കാലത്തേക്ക് ഒരു കേസ് മാത്രം ഇദ്ദേഹത്തിനെ അകത്താക്കി കഴിഞ്ഞാൽ രാഹുലിന് വേണ്ടി സംസാരിക്കാൻ ഒരു മനുഷ്യരും കാണത്തില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കാൻ. പക്ഷെ ജനങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്, കുറേ യൂട്യൂബേഴ്സ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, നെഗറ്റീവ് പറയുന്നവരുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കൂടുതലും രാഹുൽ ഈശ്വറിന്റെ വീഡിയോ ആണ് വരുന്നത് സപ്പോർട്ട് ചെയ്ത്. അതിനെ എങ്ങനെയെങ്കിലും നിർത്തുക, അതിനുവേണ്ടിയുള്ള ഒരു അറസ്റ്റ് മാത്രം. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവർക്ക് തന്നെ തോന്നിയ വകുപ്പുകളും കാര്യങ്ങളും ഒക്കെ ഇട്ട്, കാരണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേസുകൾ. അതൊക്കെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ നല്ല കളിയാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു നേതാവിനെ ഒതുക്കുക കിട്ടുക ഏറ്റവും വലിയൊരു അവസരമാണ്. പിന്നെ ശബരിമല, എൻ്റെ പൊന്ന് വിശ്വാസികളെ, എന്താ പറയണ്ടേ, ജനങ്ങളെ, അതൊന്ന് ഓർത്ത് വെച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അവിടെ അയ്യപ്പൻ്റെ അവസ്ഥ ഇത്, പിന്നെ ഇവിടുത്തെ ജനങ്ങളെയോ എല്ലാം എന്താ പറയുക, പെൻഷൻ കൂട്ടി, അത് കൂട്ടി, മറ്റേത് കൂട്ടി, മറിച്ചത് കൂട്ടിയാണ് നമ്മുടെ കറണ്ട് ബില്ല്, നമ്മുടെ നികുതി, അത് ഇതുമൊക്കെ വെച്ചുള്ള തുച്ഛമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മുടെ നിന്ന് വെട്ടിയിട്ട് അത് നമുക്ക് തന്നെ തിരിച്ചു തരുന്നു. ഇതൊന്നും മനസ്സിലാക്കാത്ത കുറേ മണ്ടരായ കുറേ ആൾക്കാരുണ്ട്. ഞാനിവിടുത്തെ ജനങ്ങളെ മണ്ടന്മാരായ മണ്ടികളെന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇന്നലത്തെ ന്യൂസ്, ജാമ്യം കിട്ടിയതിന്റെ ന്യൂസൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പോലീസിന് അറസ്റ്റ് ചെയ്യാനാകില്ല, പക്ഷേ എല്ലാ തിങ്കളാഴ്ചയും SIT മുമ്പാകെ ഹാജരാകണമെന്ന് പറയുമ്പോൾ തലസ്ഥാനത്തായിരിക്കുമോ SIT മുമ്പാകെ ഹാജരാകുക എന്നുള്ളതാണ് അറിയേണ്ടത്. എല്ലാ തിങ്കളാഴ്ചയും എന്ന് പറയുമ്പോൾ ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അടുത്ത തിങ്കളാഴ്ചയാണ്, അത് 15-ാം തീയതി. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ ആണ് ഉണ്ടാവുക. കാര്യം ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത്, SIT ആണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത തിങ്കളാഴ്ച മുതൽക്ക് തന്നെ അങ്ങനെ ഹാജരാവേണ്ടി വരും. അതും തിരുവനന്തപുരത്ത് തന്നെ ഹാജരാവേണ്ടി വരും എന്നുള്ള കാര്യം ഏറെക്കുറെ ഇതിൽ ഉറപ്പായി കഴിഞ്ഞു. പക്ഷെ 15-ാം തീയതി വളരെ നിർണായകമാണ് രാഹുലിനെ സംബന്ധിച്ച്. രാഹുൽ തിങ്കളാഴ്ച വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കേസിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഹൈക്കോടതിയിൽ ആ കേസ് വരുന്ന സമയത്ത് ഏതെങ്കിലും നിലയ്ക്ക് മുൻകൂർ ജാമ്യം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് തള്ളുകയാണ് എന്നുണ്ടെങ്കിൽ രാഹുലിനെ ആദ്യത്തെ കേസിൽ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിയും എന്നുള്ളതാണ്. പക്ഷേ ഹൈക്കോടതി എന്താണ് അതിലൊരു തീരുമാനമെടുക്കുക എന്നുള്ളതിൽ നമുക്കിപ്പോഴും അറിയില്ല. അത് തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഒരു അറസ്റ്റിന്റെ സാധ്യത അവിടെ തുറന്നു കിടക്കും ഈ തിങ്കളാഴ്ച ആകുന്നതോടുകൂടി എന്നുള്ളതാണ്. പക്ഷേ രാഹുലിന് പുറത്തേക്ക് വരേണ്ടി വരും. കാരണം തിങ്കളാഴ്ച ഹാജരായില്ലെങ്കിൽ അന്വേഷണ സംഘം, പ്രോസിക്യൂഷൻ അത് കോടതിയിൽ ഉന്നയിക്കുകയും രാഹുൽ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല, കോടതിയുടെ ഉപാധി വെച്ചിട്ടുള്ള വിധി അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ കോടതി അലക്ഷ്യമായി അത് പരിഗണിക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കും. അപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും അവിടെ തുറന്നു കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച രാഹുലിനെ സംബന്ധിച്ച വളരെ നിർണായകമാണ്. ഹൈക്കോടതിയിൽ നിന്നുള്ള വിധി വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ രാഹുൽ കൂടി പോകുന്നു. ശ്യാം, ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് 2ാം ബലാത്സംഗ പരാതിയിൽ. മുൻകൂർ ജാമ്യം നൽകുമ്പോൾ സാധാരണഗതിയിൽ ഓക്കെ, അപ്പം മുൻകൂർ ജാമ്യമൊക്കെ നൽകി തിങ്കളാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ എൻട്രി ആയിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, വരട്ടെ. എടാ, ഈ പരസ്പര സമ്മതത്തോടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയെല്ലാം കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ പീഡനവും കോപ്പൊന്നും പറഞ്ഞ് ഇറങ്ങുമ്പോഴേ അപ്പുറത്തുനിന്ന് ആരെങ്കിലും ഇത്ര കോടികൾ അങ്ങോട്ട് വാഗ്ദാനം ചെല്ലുമ്പോൾ എന്തിന്? ജനങ്ങളെ മണ്ടരാക്കാൻ വേണ്ടി കുറെ പൊട്ടനും പൊട്ടികളും ഉണ്ട്, ഞാൻ സത്യം പറയാമല്ലോ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒരു 95% രാഹുലിൻ്റെ കൂടെ ആൾക്കാർ. അതെ, ഇനിയിപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനൊന്ന് അറസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ഓക്കെ, അയാൾ സ്വതന്ത്രനായിട്ട് ചുമ്മാ നിന്നാൽ മതി. അയാൾ പുല്ല് പോലെ ജയിക്കും, പുഷ്പം പോലെ ജയിക്കും. ഓക്കെ, നമുക്ക് കണ്ടറിയാം. എന്തായാലും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവരെന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബൈ, ലവ് യു.